എല്ലാവർക്കും നമസ്കാരം. എക്സലിലെ വളരെ പവർഫുൾ ആയിട്ടുള്ള ഒരു ടൂളാണ് പൈവോട്ട് ടേബിൾ. ഈ ഫീച്ചറിനെ പരിചയപ്പെടുത്താനാണ് ഇന്ന് ഈ വീഡിയോ ഷെയർ ചെയ്യുന്നത്. എല്ലാവർക്കും ഒരിക്കൽ കൂടി ഈ ചാനലിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം. എക്സലിലെ സാധാരണ ടേബിൾ ഉപയോഗിച്ച് ശീലിച്ചവരാണ് നമ്മളൊക്കെ. സാധാരണ ഒരു ഹെഡർ ഉണ്ടാവും, റോസ് ആൻഡ് കോളംസ്. ഇതാണ് ഒരു സ്പ്രെഡ്ഷീറ്റിലെ ടേബിളിൻ്റെ സ്ട്രക്ചർ. ഇതിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ള ഒരു ടേബിളാണ് പിവോട്ട് ടേബിൾ. ഇനി എന്താണ് പിവോട്ട് ടേബിൾ? പിവോട്ട് ടേബിൾ എന്ന് പറഞ്ഞാൽ എക്സലിലെ ഡൈനാമിക് ആയിട്ട് റിപ്പോർട്ട് ജനറേറ്റ് ചെയ്യാൻ കഴിയുന്ന ഒരു ടൂളാണ് പിവോട്ട് ടേബിൾ. കുറച്ച് ക്ലിക്കിൽ, വളരെ കുറഞ്ഞ ക്ലിക്കിൽ നമുക്ക് ആവശ്യമുള്ള റിപ്പോർട്ടുകൾ ജനറേറ്റ് ചെയ്യാൻ സാധിക്കും. പ്രത്യേകിച്ചും വലിയ ഡാറ്റയൊക്കെ ഉണ്ടെങ്കിൽ അതൊന്ന് ഈസി ആയിട്ടും നമുക്ക് ആവശ്യമുള്ള റിപ്പോർട്ടുകൾ ജനറേറ്റ് ചെയ്യാൻ സാധിക്കും. സാധാരണഗതിയിൽ നമുക്കറിയാം, എന്തെങ്കിലും ഒരു ഡാറ്റ നമുക്ക് സമ്മറൈസ് ചെയ്യണമെങ്കിൽ നമ്മൾ അതിന് ഫിൽറ്റർ അപ്ലൈ ചെയ്യണം, മൾട്ടിപ്പിൾ ഫിൽറ്റർ അപ്ലൈ ചെയ്യണം, അതുപോലെ ഫോർമുല അപ്ലൈ ചെയ്യണം. ഇതൊന്നുമില്ലാതെ വളരെ എളുപ്പത്തിൽ തന്നെ ഒരു 2-3 ക്ലിക്കിൽ നമുക്കൊരു പിവോട്ട് ടേബിൾ ഉണ്ടാക്കാൻ സാധിക്കും. വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ടൂളാണ് പിവോട്ട് ടേബിൾ. തുടക്കത്തിൽ അല്പം ബുദ്ധിമുട്ടുണ്ടെങ്കിലും മനസ്സിലാക്കിയാൽ നിങ്ങളുടെ ജീവിതത്തിൽ ഒരുപാട് ടാസ്കുകൾ ഓട്ടോമേറ്റ് ചെയ്യാൻ കഴിയുന്ന ഒരു ടൂളാണ് പിവോട്ട് ടേബിൾ. തീർച്ചയായിട്ടും നിങ്ങൾ ഉപയോഗിക്കണം. ഇനി ഇതിൻ്റെ ഒരു ഡെമോൺസ്ട്രേഷനിലേക്ക് പോകാം. എങ്ങനെയാണ് പിവോട്ട് ടേബിൾ ഉണ്ടാക്കുന്നത്, എന്തൊക്കെയാണ് അതിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, ഇനി എങ്ങനെ പിവോട്ട് ടേബിൾ ഉണ്ടാക്കും എന്ന് നമുക്ക് നോക്കാം. ഇതിനായിട്ട് ഞാൻ സെലക്ട് ചെയ്തിരിക്കുന്ന ഒരു ഡാറ്റ ഒരു സെയിൽസ് ഡാറ്റ സാമ്പിൾ ആണ്. ഇത് ഏത് ഡാറ്റ വേണമെങ്കിൽ ഉപയോഗിക്കാം. നിങ്ങളുടെ ബിസിനസ് മേഖലയ്ക്ക് അനുസരിച്ചുള്ള ഒരു ഡാറ്റ സെലക്ട് ചെയ്യുക, എന്നിട്ട് പ്രാക്ടീസ് ചെയ്യുക. ഓക്കെ, ഇവിടെ സെയിൽസ് ഡാറ്റയ്ക്കകത്ത് റീജിയൻ എന്നുള്ള കോളം ഉണ്ട്, മന്ത് ഉണ്ട്, അതുപോലെ തന്നെ സെയിൽസ് റെപ്പിൻ്റെ പേരുണ്ട്, ഐറ്റംസ്, നമ്പർ ഓഫ് യൂണിറ്റ്സ് സോൾഡ്, യൂണിറ്റ് കോസ്റ്റ് ഉണ്ട്, ടോട്ടൽ ഉണ്ട്. ഇത്രയും ഡാറ്റയാണ് ഇതിനകത്തുള്ളത്. നമ്മളിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് റീജിയൻ വൈസ് സെയിൽ എത്രയെന്ന് നോക്കാം, മന്ത്ലി സെയിൽ എങ്ങനെയാണ് ഇതിൽ നിന്നുണ്ടാക്കുക നോക്കാം, അതോടൊപ്പം തന്നെ സെയിൽസ് ബൈ റെപ്രസെൻറ്റേറ്റീവ്സ്. ഈ 3 റിപ്പോർട്ടുകളാണ് ഞാനിവിടെ കാണിക്കുന്നത്. ഇതിനാദ്യം ചെയ്യേണ്ടത്, നമ്മുടെ ഹോം കഴിഞ്ഞ് അടുത്ത മെനു ഉണ്ടല്ലോ, ഇൻസേർട്ട് എന്നുള്ള മെനു, അതിനകത്ത് പിവോട്ട് ടേബിൾ എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്യണം. ക്രിയേറ്റ് പിവോട്ട് ടേബിൾ എന്നുള്ള ഒരു പോപ്പപ്പ് വിൻഡോ നിങ്ങൾക്കിപ്പോൾ കാണാം. ഇതിനകത്ത് 2 കാര്യങ്ങളാണ് സെലക്ട് ചെയ്യേണ്ടത്. ഒന്ന്, ഏത് ഡാറ്റയാണ് നിങ്ങൾ അനലൈസ് ചെയ്യാൻ ഉപയോഗിക്കുന്നത് എന്നും, രണ്ടാമത്തേത് എവിടെയാണ് ഈ റിപ്പോർട്ട് പേസ്റ്റ് ചെയ്യേണ്ടതും എന്നാണ് ഇവിടെ നമ്മൾ കാണിക്കേണ്ടത്. ഇവിടെ ചോസ് വിൻഡോ നോക്കി കഴിഞ്ഞാൽ മനസ്സിലാവും. ചോസ് ദ ഡാറ്റ ദാറ്റ് യു വാണ്ട് ടു അനലൈസ്, സെലക്ട് എ ടേബിൾ ഓർ റേഞ്ച്. അപ്പോൾ ഇവിടെ ബൈ ഡിഫാൾട്ട് ആയിട്ട് തന്നെ നമ്മുടെ ഈ ഡാറ്റ സെലക്ട് ആയിട്ട് വന്നിട്ടുണ്ട്, ഈ റേഞ്ച് സെലക്ട് ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇല്ലെങ്കിൽ ഇങ്ങനെ കൊടുത്താലും മതി, റേഞ്ച് നമുക്ക് സെലക്ട് ചെയ്യാം. അപ്പോൾ ഓട്ടോമാറ്റിക്കലി അത്രയും ഭാഗം സെലക്ട് ചെയ്തായിട്ട് കാണിക്കും. ഓക്കെ, ഇനി രണ്ടാമത്തെ ഒരു ഓപ്ഷൻ യൂസ് എക്സ്റ്റേണൽ ഡാറ്റ സോഴ്സ് എന്നാണ്. നിങ്ങൾക്ക് പുറത്തുള്ള ഒരു ഡാറ്റ സോഴ്സ്, ഇപ്പോൾ നമ്മൾ ജനറേറ്റ് ചെയ്യുന്ന ഡാറ്റയാണ് നിങ്ങൾ ഡാറ്റ സോഴ്സ് എങ്കിൽ ഫസ്റ്റിലെ ഓപ്ഷൻ സെലക്ട് ചെയ്യണം. ഇനി രണ്ടാമത് യൂസ് എക്സ്റ്റേണൽ ഡാറ്റ സോഴ്സ് എന്നുള്ളത്, ഈ എക്സൽ ഷീറ്റിന് പുറത്തുള്ള ഒരു ഡാറ്റയാണ് നിങ്ങൾ അനലൈസ് ചെയ്യാൻ ഉപയോഗിക്കുന്നതെങ്കിൽ നിങ്ങൾ എക്സ്റ്റേണൽ ഉപയോഗിക്കണം. അത് ക്ലിക്ക് ചെയ്താൽ, ചൂസ് കണക്ഷൻ എന്ന് ക്ലിക്ക് ചെയ്താൽ പല ഓപ്ഷൻ ഉണ്ട്. ഇവിടെ എക്സിസ്റ്റിംഗ് കണക്ഷൻ ആണ്, നേരത്തെ നമ്മൾ എസ്റ്റാബ്ലിഷ് ചെയ്ത കണക്ഷൻസ് ആണ് ഇവിടെ കാണിക്കുക. ഇവിടെ കണക്ഷൻസ് ഇൻ ദിസ് വർക്ക് ബുക്ക്, ഈ വർക്ക് ബുക്കിൽ നമ്മൾ എന്തെങ്കിലും കണക്ഷൻ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ അത് ഉപയോഗിക്കാം. കണക്ഷൻ ഫയൽ ഓൺ ദ നെറ്റ്വർക്കിലുള്ള ഏതെങ്കിലും കണക്ഷൻസ് ഉപയോഗിക്കാം. അതുപോലെ തന്നെ കണക്ഷൻ ഫയൽ ഓൺ ദിസ് കമ്പ്യൂട്ടർ, ഈ കമ്പ്യൂട്ടർ ഉണ്ടാക്കിയ ഏതെങ്കിലും കണക്ഷൻ ഫയൽ ഉണ്ടെങ്കിൽ അത് ഉപയോഗിക്കുക. ഇവിടെ താഴെ കാണുന്ന കുറച്ച് കണക്ഷൻസ് ഫയൽസ് ആണ് ഉണ്ടോ, ഈ കമ്പ്യൂട്ടറിലുള്ള മറ്റുള്ള ഡാറ്റ സോഴ്സുകളായിട്ട് കണക്ട് ചെയ്യുന്ന ചില കണക്ഷൻ ആണ് ഇവിടെ നിങ്ങൾ കാണുന്നത്. ഇവിടെ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും, ആദ്യത്തേത് ഒരു ഡാറ്റാബേസ് ആണ്, രണ്ടാമത്തേത് ഒരു വെബ് സർവീസ് ആണ്, അതായത് പുറത്തുള്ള ഒരു ഡാറ്റയായിട്ട് കണക്ട് ചെയ്യുന്ന ഒരു കണക്ഷനാണ് ഇവിടെ. മൂന്നാമത് ഇൻവെസ്റ്റേഴ്സ്, ഇത് ട്രേഡ്
ബിസിനസ്സുമായി ബന്ധപ്പെട്ട കുറച്ച് ഡാറ്റയാണ് മണി സെൻട്രൽ ഇൻവെസ്റ്റർ എന്ന് പറഞ്ഞ. അതിനുശേഷം സ്റ്റോക്ക് മാർക്കറ്റിൽ ഉപയോഗിക്കുന്ന ചില ഡാറ്റകൾക്ക് വേണ്ടിയിട്ടുള്ള കണക്ഷനാണ്. ഇതെല്ലാം സാമ്പിളാണ്, ഇതിനകത്തുള്ളതാണ്. ഇനി താഴെ ബ്രൗസ് മോർ എന്നുള്ള ഒരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതിനകത്തുള്ള കൂടുതൽ കണക്ഷൻ കിട്ടും. ഇവിടെ ന്യൂ സോഴ്സ് എന്ന് പറയുന്ന ബട്ടൺ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ സിസ്റ്റത്തിലുള്ള മറ്റുള്ള ഡാറ്റാബേസിലേക്ക് കണക്ട് ചെയ്യാവുന്ന കുറച്ച് ഓപ്ഷൻ ഇവിടെ കിട്ടും. മൈക്രോസോഫ്റ്റ് SQL സെർവർ ഇതൊരു RDBMS ആണ്, റിലേഷണൽ ഡാറ്റാബേസ് മാനേജ്മെൻറ്റ് സിസ്റ്റം ആണ്. SQL സെർവർ നമുക്കറിയാം ഡാറ്റാബേസ് ആണ്, അതുമായി കണക്ട് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. അതുപോലെ അനലൈസിങ് സർവീസ് ഉണ്ട്, SQL സെർവറിൻ്റെ മറ്റൊരു സർവീസാണ് ഇത്. അതുപോലെ ODBC DSN ഇതുവഴി നമുക്ക് മറ്റുള്ള ഡാറ്റാബേസിലേക്ക് കണക്ട് ചെയ്യാൻ സാധിക്കും. അതുപോലെ തന്നെ ആക്സസ് ഡാറ്റാബേസ് ഉണ്ടെങ്കിൽ അതുമായിട്ട് കണക്ട് ചെയ്യാം. വേറെ ഇനി പുറത്ത് ഒറാക്കിൾ ഡാറ്റാബേസ് ഉണ്ടെങ്കിൽ അതുമായിട്ട് കണക്ട് ചെയ്യാം. അങ്ങനെ മറ്റുള്ള പല സോഴ്സുകളിൽ നിന്നും നമുക്ക് റെഫർ ചെയ്തുകൊണ്ട് ഇവിടെ റിപ്പോർട്ട് ജനറേറ്റ് ചെയ്യാൻ സാധിക്കും. അപ്പോൾ നമ്മൾ അതിലേക്ക് ഇപ്പോൾ പോകുന്നില്ല. നമുക്കിപ്പോൾ ഉള്ള ഒരു പ്രൊവിഷൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ സിസ്റ്റത്തിലുള്ള നമ്മുടെ ഈ എക്സൽ ഷീറ്റിലുള്ള ഒരു ഡാറ്റയാണ് ഉപയോഗിക്കുന്നത്. അതുകൊണ്ട് ഇവിടെ റേഞ്ച് നമ്മൾ സെലക്ട് ചെയ്തിട്ടുണ്ട്. ഇനി അത് വീണ്ടും തിരിച്ച് സെലക്ട് ചെയ്യുന്നു. അപ്പോൾ ഞാൻ രണ്ട് ഓപ്ഷൻ പറഞ്ഞു. ഒന്ന്, നമ്മൾ റെഫർ ചെയ്യുന്ന ഡാറ്റ അനലൈസ് ചെയ്യാനുള്ള ഡാറ്റയുടെ സോഴ്സ് നമ്മൾ സെലക്ട് ചെയ്യണം. ഈ എക്സൽ ഷീറ്റ് ആയതുകൊണ്ട് സെലക്ട് ടേബിൾ ഓർ റേഞ്ച് എന്ന് കൊടുക്കുന്ന സ്ഥലത്ത് നമ്മൾ സെലക്ട് ചെയ്താൽ മതി. ഇനി രണ്ടാമത്തെ, എവിടെയാണോ നിങ്ങളുടെ ഡാറ്റ പേസ്റ്റ് ചെയ്യാൻ പോകുന്നതെന്നാണ്. ഓക്കെ, അതാണ് ഇവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത്. ചൂസ് വേർ യു വാണ്ട് ടു pivot table report to be placed. ഓക്കെ, ഞാൻ പുതിയൊരു വർക്ക്ഷീറ്റ് എന്നാണ് കൊടുക്കുന്നത്. അല്ലെങ്കിൽ നിങ്ങൾക്ക് എക്സിസ്റ്റിംഗ് ഈ വർക്ക്ഷീറ്റ് ആണെങ്കിൽ എക്സിസ്റ്റിംഗ് വർക്ക്ഷീറ്റ് എന്ന് കൊടുക്കാം. പുറത്തുള്ള ഒരു വർക്ക്ഷീറ്റ് ആണെങ്കിൽ ന്യൂ വർക്ക്ഷീറ്റ് എന്ന് കൊടുക്കാം. എന്നിട്ട് ഓക്കെ എന്ന് പ്രസ് ചെയ്താൽ ഇവിടെയാണ് നമ്മൾ pivot table ഉണ്ടാക്കുന്നത്. നമുക്ക് അതിനായിട്ട് പുതിയൊരു ഷീറ്റ് ഇവിടെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. കാരണം നമ്മളെ ഡെസ്റ്റിനേഷൻ ഏരിയ പുതിയ ഷീറ്റിൽ പ്ലേസ് ചെയ്യണമെന്നാണ് നമ്മൾ അവിടെ കൊടുത്തിരുന്നത്. അതുകൊണ്ടാണ് ഇവിടെ പുതിയ ഷീറ്റ് വന്നത്. നമ്മൾ സെയിം ഷീറ്റാണ് സെലക്ട് ചെയ്തിരുന്നെങ്കിൽ ആ ഷീറ്റിൽ തന്നെ, നേരത്തെയുള്ള സെയിൽസ് ഡാറ്റയുടെ ഷീറ്റിൽ തന്നെ ഇത് വരുമായിരുന്നു. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മൾ കാണുന്നത് പോലെ ഇവിടെ pivot table 2 എന്നുള്ള ഒരു ഏരിയ നമുക്കുണ്ട്. അവിടെയാണ് ആക്ച്വലി ഈ റിപ്പോർട്ട് ജനറേറ്റ് ചെയ്തു വരുന്നത്. അതുപോലെ തന്നെ വലത്തെ സൈഡിൽ pivot table ഫീൽഡ് ലിസ്റ്റ്, നമ്മുടെ സെയിൽസ് ഡാറ്റ ടേബിളിനകത്തുള്ള എല്ലാ കോളം ഹെഡേഴ്സും ഇവിടെ ലിസ്റ്റ് ചെയ്ത് വരും. റീജിയൻ, മന്ത് ഇവിടെ താഴെ കാണാം. നമുക്ക് ചൂസ് ഫീൽഡ് ടു ആഡ് റിപ്പോർട്ട്. ഇനി അതിൻ്റെ താഴെ നമുക്ക് റിപ്പോർട്ട് ഫിൽട്ടർ ചെയ്യാനുള്ള ഒരു ഓപ്ഷനാണ് ഇവിടെ. ഏത് ഫീൽഡാണോ നമുക്ക് ഫിൽട്ടർ ചെയ്യേണ്ടത് ആ കോളം നമുക്ക് സെലക്ട് ചെയ്യാം. അതുപോലെ തന്നെ ടേബിൾ നമുക്ക് ഇഷ്ടമുള്ള പോലെ ജനറേറ്റ് ചെയ്യാം. നമുക്ക് റോസ് ആയിട്ടോ കോളം വൈസോ എങ്ങനെ വേണമെങ്കിൽ റിപ്പോർട്ട് ജനറേറ്റ് ചെയ്യാം. ഡൈനമിക് ആണ് അത്, അതിനുള്ള ഓപ്ഷൻസ് ആണ് റോ ലേബിൾസ് ആൻഡ് കോളം ലേബിൾസ്. ഓക്കെ, അതിനുശേഷം വാല്യൂസ്, ഏത് ഫീൽഡിനാണോ നമ്മൾ വാല്യൂ കാണേണ്ടത്, വാല്യൂ കണ്ടുപിടിക്കേണ്ട, സമ്മ് കണ്ടുപിടിക്കണമെങ്കിൽ അല്ലെങ്കിൽ ടോട്ടൽ കൗണ്ട് കണ്ടുപിടിക്കണമെങ്കിൽ ഈ വാല്യൂസ് എന്നുള്ള കോളംസ് ആണ് നമ്മൾ ഉപയോഗിക്കേണ്ടത്. ഇനി നമുക്ക് നമ്മുടെ ഫസ്റ്റ് റിപ്പോർട്ട് ഞാൻ പറഞ്ഞു റീജിയൻ വൈസ് സെയിൽ നോക്കാം. അതിന് ആദ്യം ചെയ്യേണ്ടത് ഈ റീജിയൻ എന്നുള്ള ഫീൽഡ് നമ്മൾ ഡ്രാഗ് ചെയ്ത് റോ ലേബൽസിലേക്ക് കൊണ്ടിടണം. അപ്പോൾ കറസ്പോണ്ടിങ് ആയിട്ടുള്ള ചേഞ്ച് ഇവിടെ വന്നു, കണ്ടില്ലേ? റോ ലേബൽസ് താഴെ സെൻട്രൽ, ഈസ്റ്റ്, വെസ്റ്റ്, ഇത് അതിൻ്റെ വാല്യൂസ് ആണ്. ഇനി നമുക്ക് വേണ്ടത് ടോട്ടൽ ആണ്. ടോട്ടൽ ഇതാണ് നമ്മുടെ വാല്യൂ ഫീൽഡിലേക്ക് ആഡ് ചെയ്യേണ്ടത്. ടോട്ടൽ സെയിലാണല്ലോ നമുക്ക് വേണ്ടത്. ഓരോ റീജിയനിലും ഉണ്ടായിട്ടുള്ള സെയിൽസ് ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടതിന് ടോട്ടൽ സെയിൽസ്. ഇവിടെ ബൈ ഡിഫാൾട്ടായിട്ട് കൗണ്ടാണ് കാണിക്കുന്നത്, അഗ്രിഗേറ്റ് ആയിട്ട് കാണിക്കുന്നത്. അതിനെ മാറ്റിയിട്ട് നമ്മൾ സമ്മാക്കണം. അതിന് വേണ്ടിയിട്ട് അത് ക്ലിക്ക് ചെയ്യണം. വാല്യൂ ഫീൽഡ് സെറ്റിങ്സ് എന്നുള്ള ഓപ്ഷനിൽ പോകണം. എന്നിട്ട് കൗണ്ട്, ഇപ്പോൾ ഇവിടെ നിങ്ങൾ കാണുന്നത് കൗണ്ടാണ്, അതിന് പകരം സമ്മ് സെലക്ട് ചെയ്യണം. അപ്പോൾ സം ഓഫ് ടോട്ടൽ കണ്ടു. ഇനി ഇവിടെ നമുക്ക് വേണമെങ്കിൽ ഇവിടെ പോയിട്ട് ഇവിടെ ബ്ലാങ്ക് ഒഴിവാക്കാം. കാരണം ആ ഡാറ്റ സെറ്റിനകത്തുള്ള ഒരു ബ്ലാങ്ക് റോ അത് സെലക്ട് ചെയ്യും. ഇപ്പോൾ നമുക്ക് മനസ്സിലായില്ലേ? ഇതാണ് നമ്മുടെ ഡാറ്റ. ഇപ്പോൾ സെൻട്രൽ ഏരിയയിൽ ഇത്രയും സെയിൽ നടന്നു, ഈസ്റ്റിൽ ഇത്ര നടന്നു, വെസ്റ്റിൽ ഇത്ര നടന്നു. ഇതാണ് റീജിയൻ വൈസ് സെയിൽ. ഇനി ഇതിൻ്റെ കൂടെ നമ്മൾ സപ്പോസ് ഇതിൻ്റെ ഐറ്റം, ഏതൊക്കെ ഐറ്റങ്ങൾ വിറ്റു എന്നറിയാൻ വേണ്ടിയിട്ട്, ഏതൊക്കെ ഐറ്റം സെയിൽ ചെയ്തു എന്നറിയാൻ വേണ്ടിയിട്ട് ഈ റീജിയൻ്റെ താഴെ ഐറ്റം ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെ കിട്ടും.
ഇപ്പോൾ ബിൻഡർ, ഡെസ്ക്, പെന്ന്, പെൻ സെറ്റ്സ്, പെൻസിൽ, ഇത്രയും സാധനങ്ങൾ സെൻട്രലിൽ സെയിൽ നടന്നു. ഈസ്റ്റ് ഏരിയയിൽ ഇത്രയും സാധനങ്ങൾ നടന്നു. ഇത്രയും ഐറ്റംസ് ആണ് സോൾഡ് ചെയ്തത്. ഇത്രയും ഡീറ്റെയിൽസ് ആണ് ഇവിടെ കിട്ടുന്നത്. ഇനി ഇതിൻ്റെ കൂടെ നമുക്ക് ഇതിൻ്റെ കൗണ്ട് കിട്ടണമെന്ന് വിചാരിക്കാം. കൗണ്ട് കിട്ടണമെങ്കിൽ നമുക്ക് ഈ യൂണിറ്റ്സ് ഇവിടെ പോയിട്ട് ആഡ് ചെയ്യാം. കണ്ടില്ലേ, ഓരോ ഐറ്റംസും എത്ര നടന്നു. അപ്പോൾ ഇത് ഡൈനാമിക് ആയിട്ട് ജനറേറ്റ് ചെയ്യാണ്. ഇനി ഇത് വേണ്ടെങ്കിൽ എന്ത് ചെയ്യാം, ഇതിനെ വീണ്ടും നമുക്ക് റിവോക്ക് ചെയ്യാം. ഇത് ഇങ്ങോട്ട് മാറ്റിയിട്ടാൽ മതി. വീണ്ടും പഴയ പോലായി. ഇതാണ് റീജിയൻ വൈസ് സെയിൽ. ഇനി നമ്മൾ മന്ത്ലി സെയിൽ കാണണമെങ്കിലോ നമ്മൾ മന്ത് എന്നുള്ള ഫീൽഡ് ഇവിടേക്ക് സെലക്ട് ചെയ്തിടണം. ഇനി ടോട്ടൽ കോസ്റ്റ് ആണ് നമുക്ക് കാണേണ്ടത്, ടോട്ടൽ സെയിലാണ്. അപ്പോൾ അതിന് ഇവിടെ ക്ലിക്ക് ചെയ്ത് വാല്യൂ ഫീൽഡിൽ മാറ്റം വരുത്തണം. കൗണ്ടിന് പകരം സമ്മാക്കണം. ഓക്കെ, ഇപ്പോൾ സമ്മായില്ലേ. നേരത്തെ പറഞ്ഞ പോലെ ഇവിടുന്ന് ബ്ലാങ്ക് ഒഴിവാക്കാം. ഇനി എന്തെല്ലാം സെയിൽ നടന്നു വേണമെങ്കിൽ ഐറ്റംസ് നമ്മൾ നേരത്തെ കാണിച്ചതുപോലെ ഐറ്റംസ് ആഡ് ചെയ്യാം. ഇനി അതിൻ്റെ കൗണ്ട് നമുക്ക് ഇത്രയും യൂണിറ്റ്സ് വിറ്റു എന്നുള്ളത് അറിയാൻ വേണ്ടിയിട്ട് കൗണ്ട് ആഡ് ചെയ്യാം. ഇതാണ് മന്ത്ലി സെയിൽ. ഓരോ മാസവും എത്ര കച്ചവടം നടത്തും എന്നുള്ളതാണ്. ഇനി ഇത് വീണ്ടും നമുക്ക് പഴയ പോലെ ആക്കാം. ഇനി മൂന്നാമത് ഞാൻ കാണിക്കാൻ പോകുന്നത് സെയിൽസ് ബൈ റെപ്സ് ആണ്. സെയിൽ റെപ്സിൻ്റെ പേര് ഇവിടെ ഉണ്ട്. അതിനെ നമുക്ക് റോയിൽ കൊണ്ടുവരണം. ഇനി ഓരോ റെപ്പ് ചെയ്ത സെയിലും നമുക്ക് ഇവിടെ വരുത്താം. ഇതിനെ ഇവിടെ പോയി സമ്മാക്കണം. ടോട്ടൽ സെയിൽ കിട്ടും. ഇനി ഐറ്റംസിൻ്റെ ഡീറ്റെയിൽസ് വേണമെങ്കിൽ ഇങ്ങനെ കിട്ടും. ഇനി നമുക്ക് ഇതിൻ്റെ കൂടെ റീജിയൻ, ഓരോ റീജിയനിലുള്ള സംഭവങ്ങൾ അറിയണമെന്ന് വിചാരിക്കും. അപ്പോൾ റീജിയൻ എടുത്ത് നമ്മൾ കോളം ലാബിൽ ഇട്ടാൽ മതി. ഉണ്ടല്ലേ, സെൻട്രലിൽ ഇത്ര നടന്നു, ഈസ്റ്റിൽ ഇത്ര നടന്നു, വെസ്റ്റിൽ ഇത്ര നടന്നു. കണ്ട, ഇപ്പോൾ ഈ ആൻഡ്രൂ എന്ന് പറയുന്ന സെയിൽസ്മാൻ അദ്ദേഹം സെൻട്രലിൽ മാത്രമാണ് സെയിൽ ചെയ്തത്. ആ ഡീറ്റെയിൽസ് ആണ് ഇവിടെ കാണുന്നത്. ഓക്കെ, അതുപോലെ ഹെവാർഡ് എന്ന് പറയുന്ന സെയിൽസ്മാൻ അദ്ദേഹം ഈസ്റ്റിലാണ്. അതുപോലെ ജോൺ എന്ന് പറയുന്ന സെയിൽസ്മാൻ ഇങ്ങനെ പല രീതിയിൽ നമുക്കിത് കമ്പയർ ചെയ്ത് റിപ്പോർട്ട് ഉണ്ടാക്കാൻ പറ്റും. എക്സലിലെ ഈ അഡ്വാൻസ് ടൂളിനെ കുറിച്ച് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാകുമെന്ന് കരുതുന്നു. വളരെയധികം യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ഫീച്ചറാണ് പിവോട്ട് ടേബിൾ. നമ്മുടെ നിത്യജീവിതത്തിൽ ഉപയോഗിക്കുന്ന ഒരുപാട് ടാസ്കുകൾ നമുക്ക് ഓട്ടോമേറ്റ് ചെയ്യാൻ സാധിക്കും. വളരെ ഈസി ആയിട്ട് വിത്തിൻ ഫ്യൂ ക്ലിക്സിൽ കാര്യങ്ങൾ നമുക്ക് കൈകാര്യം ചെയ്യാൻ സാധിക്കുന്ന ഒരു അഡ്വാൻസ് റിപ്പോർട്ടിംഗ് ടൂളാണ് പിവോട്ട് ടേബിൾ. നമ്മുടെ മാനേജർ പെട്ടെന്ന് റിപ്പോർട്ട് ചോദിക്കുമ്പോൾ, നമ്മുടെ മാനേജ്മെൻറ്റിന് നമുക്ക് റെഗുലറായിട്ട് ഒരു റിപ്പോർട്ട് സമർപ്പിക്കേണ്ടി വരുമ്പോൾ, അല്ലെങ്കിൽ ഡാറ്റ അനലൈസ് ചെയ്യാൻ വേണ്ടി, അങ്ങനെ പല പല ആവശ്യങ്ങളുമായി നമുക്ക് ഈ ടൂളിനെ ഉപയോഗിക്കാവുന്നതാണ്. തീർച്ചയായിട്ടും നിങ്ങളൊക്കെ നിങ്ങളുടെ ബിസിനസ്സിൽ ഉപയോഗിക്കണം. നിങ്ങളുടെ നിത്യജീവിതത്തിൽ ഒരുപാട് ജോലികളെ ഓട്ടോമേറ്റ് ചെയ്യാൻ സാധിക്കുന്ന ഈ ടൂളിനെ കുറിച്ച് എന്തെങ്കിലും കൂടുതൽ നിങ്ങൾക്ക് അറിയണമെങ്കിൽ ഇതിൻ്റെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. എല്ലാവർക്കും നന്മകൾ വരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. താങ്ക് യു സോ മച്ച്. I'll come back with another video. Bye for now.